പണ്ടൊക്കെ പരീക്ഷാ പേപ്പറുമായി ക്ലാസ്സിലേക്ക് വരുന്ന ടീച്ചറിന്റെ കയ്യിൽ വലിയ ഒരു ചൂരലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് എക്സാം ഷീറ്റുമായി ക്ലാസ് റൂമിലേക്ക് കയറി വരുന്ന ടീച്ചേഴ്സിന്റെ കയ്യിൽ ചോക്ലേറ്റ് ആണുള്ളത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി. വളരെയധികം സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ട പലരും തങ്ങളുടെ സ്കൂൾ ജീവിതത്തെ കുറിച്ചാണ് ഓർക്കുന്നത്. ആ ഒരു കാര്യം കമന്റ് ബോക്സിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള കാലഘട്ടമൊന്നും ആയിരുന്നില്ല സ്കൂൾ ജീവിതം. എന്നാൽ കുറച്ചൊക്കെ സന്തോഷം ആ സ്കൂൾ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടുമുണ്ട്. എക്സാം എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ദിവസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ദിവസമാണിത്. കാരണം അത്രയും ദിവസം പഠനത്തിന്റെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറ്റി മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനായി ലഭിക്കുന്ന കുറച്ചധികം ദിവസങ്ങളാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. പോരാത്തതിന് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒപ്പം കളിച്ച് ചിരിച്ച് നടക്കാൻ കുറെ അധികം സമയവും ലഭിക്കും. എന്നാൽ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ച് ടെൻഷനും കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടവും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാറുണ്ട്. സന്തോഷം തിരിച്ച് സ്കൂളിലേക്ക് എത്തുന്നു, തങ്ങളുടെ സ്കൂൾ മേറ്റ്സിനെ എല്ലാം കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ സങ്കടം വരുന്നത് വീണ്ടും സ്കൂളിലേക്ക് എത്തി വീണ്ടും പഠന ജീവിതം തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം വെച്ചിട്ടാണ്. എന്നാൽ ടെൻഷൻ വരുന്നത് എക്സാം റിസൾട്ട് എന്താകും എന്ന് ആലോചിച്ചായിരുന്നു. കാരണം എക്സാം റിസൾട്ട് വരുമ്പോൾ ഒരു ചൂരലുമായാണ് ക്ലാസ് റൂമിലേക്ക് ടീച്ചർ എത്താറുള്ളത്. കൂടാതെ നമ്മുടെ റിസൾട്ട് വളരെ ഒച്ചത്തിൽ വിദ്യാർത്ഥികളോട് എല്ലാവരോടും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ വളരെയധികം ടെൻഷനോട് കൂടിയാണ് ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ മാർക്ക് ഷീറ്റ് ടീച്ചറിന്റെ കയ്യിൽ നിന്നും വാങ്ങാറുള്ളത്. കാരണം എന്താകും ആ റിസൾട്ട് എന്ന് നമുക്ക് മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും അധികമില്ല. കാരണം ടീച്ചേഴ്സുമായി ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. എന്ത് കാര്യവും തുറന്ന് ടീച്ചേഴ്സിനോട് പറയാൻ പറ്റുന്ന ആ ഒരു സ്പേസ് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. കാരണം നമുക്ക് എന്തും തുറന്നു പറയുവാനായി ഒരു സുഹൃത്തിനെ പോലെ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ നേർവഴിക്ക് നടത്തുവാൻ ആ ഒരു ഒറ്റ ടീച്ചറിന് സാധിക്കും. നാദിയ ഫവാസിനെ പോലെയുള്ള ടീച്ചേഴ്സിനെ തന്നെയാണ് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യവും.